ഹായ് ഹലോ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നേരത്തെ തന്നെ അലക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ബക്കറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുകളിൽ കൊണ്ടുപോയിട്ട് വിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അധികവും നമ്മൾ മുകളിൽ തന്നെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ വിരിച്ചിടുന്നത്. അപ്പോൾ അതാ ഈ ഒരു അയില് ഫുള്ളായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡ്രസ്സൊക്കെ നമ്മളിതാ ഈ ഒരു കമ്പിയിലാണ് കേട്ടോ വിരിച്ചിടുന്നത്. ഇന്ന് നേരത്തെ തന്നെ അലക്കിയത് കൊണ്ട് വെയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വിരിച്ചിടാൻ പറ്റി. ഇല്ലെങ്കിൽ വെയിൽ കാരണം അങ്ങോട്ട് വരാനേ പറ്റൂല കേട്ടോ. പിന്നെ ഇതാ ഇവിടുന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നാൽ പിന്നെ സമയം പോണതേ അറിയൂല കേട്ടോ. ഇനി ഞാൻ കുറച്ച് സമയമൊക്കെ ഇവിടെ നിന്നതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് പോയത്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രീസായത് കാരണം കുറച്ച് പുറത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അരി ഇടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അരിയൊക്കെ ഇതാ അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് റുതക്ക് ക്ലാസ് ഉണ്ടായപ്പോൾ ഇന്ന് പോയിട്ടില്ല കേട്ടോ. അവന് ചെറിയൊരു വയ്യായികയൊക്കെ തോന്നിയതുകൊണ്ട് പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ബോട്ടിലാക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇതാ വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി വേഗം കഴുകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ കുറേ സമയം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചോറിനുള്ള അരി കുറച്ചാണ് കേട്ടോ എടുത്തത്. കാരണം രാത്രി ചോറ് ബാക്കിയാവുന്നത് കൊണ്ട് തന്നെ കുറച്ചതാണ് കേട്ടോ. പിന്നെ ഇന്ന് റുത സ്കൂളിലേക്ക് പൊറോട്ട ആണ് കേട്ടോ. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കൊണ്ടുപോയത്. കാരണം ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇന്ന് അവൾക്ക് മോർണിംഗ് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ അരിയൊക്കെ അത്യാവശ്യം കഴുകി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേഗം ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിക്കുള്ള തക്കാളിയും സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം കഴുകിയ തക്കാളിയും സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ചെറിയ പീസ് കറുവാപ്പട്ടയും കൂടി എഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ സവാളയും പിന്നെ അതുപോലെ തക്കാളിയൊക്കെ നല്ലോണം വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവർ വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിചാരിക്കുന്നത്. പക്ഷേ വെള്ളം ചേർത്തപ്പം കുറച്ചധികമായിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് വാട്ടി വെച്ചത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുറച്ചാണ് ഒഴിച്ചു കൊടുത്തത്. പക്ഷേ നമ്മുടെ ഈ സവാളൻ്റെയും അതുപോലെ തക്കാളിൻ്റെയൊക്കെ വെള്ളം വന്നപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം വെള്ളമായി കേട്ടോ. പിന്നെ അതുപോലെ വറ്റിച്ചെടുത്തതാണ് കേട്ടോ ചെയ്തത്. ലാസ്റ്റ് പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഒരു 20 മിനിറ്റോളം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കന് മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതുപോലെ വെളുത്തുള്ളിയാണ് കേട്ടോ ചതച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചിക്കന് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് പത്തിരിപ്പൊടിയും കൂടി ആഡ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്താണ് ഞാൻ മസാല ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഉപ്പേരിക്ക് ഇന്ന് വൻപയറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ടൈം വെള്ളത്തിലൊന്ന് വെച്ചതാണ് കേട്ടോ. ഒരു 10 മിനിറ്റോളം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കിച്ചണൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സാധനം നേരത്തെ ബോട്ടിലാക്കി വെക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നായിട്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും മൂടികളൊക്കെ എടുത്തിട്ട് അടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് എടുത്ത് വെക്കാനും കൂടിയാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പയറെടുത്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് വേഗം എടുത്ത് ഞാൻ ഒരടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
പിന്നെ ഇനി നമുക്ക് പപ്പടം പൊരിക്കാനുണ്ട്, പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പപ്പടം പൊരിച്ചിട്ട് ഞാൻ ഈ ഒരു ചട്ടി തന്നെ ചിക്കൻ പൊരിക്കുകയെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതാ പപ്പടം ഓരോന്നോരോന്നായിട്ട് പൊരിച്ച് ഞാൻ എന്താ ഈ ഒരു കണ്ടെയ്നറിലാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് പപ്പടം കേട്ടോ പൊരിച്ചത്, കാരണം കുറേ പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുറേ കഴിക്കുമല്ലോ. അപ്പം പപ്പടം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം കേട്ടോ പൊരിച്ചത്. വേറെ ആരും അല്ല കേട്ടോ, അയ്മണ്ണാണ് പപ്പടം കൂടുതൽ വേണ്ടിയത്. ആദ്യം അയ്മണ്ണ കേട്ടോ വേണ്ടിയത്, കാരണം അവന് കറികളൊന്നും അങ്ങനെ കൂട്ടൂല കേട്ടോ. അതുകൊണ്ട് തന്നെ പപ്പടത്തുമ്മലാണ് കേട്ടോ അവൻ്റെ കളി. പിന്നെ ചിക്കൻ പൊരിച്ചത്, പപ്പടം അത്ര മാത്രം മതി. ഉപ്പേരിയും കറിയൊന്നും അവന് കൂട്ടൂല കേട്ടോ. അങ്ങനെ പിന്നെ ആ ചിക്കനൊക്കെ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ബോട്ടിലൊക്കെ തൽക്കാലം ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഞാൻ എന്താ സിങ്കിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകിയിട്ടോ. ഇനി കുറച്ച് പാത്രം കൂടി ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് നാനോ വൈറ്റ് ആണ് കേട്ടോ. നാനോ വൈറ്റിൽ നമുക്ക് പെട്ടെന്ന് കറ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മൾ സെക്കൻഡ് കിച്ചണിലൊക്കെ ആണ് കേട്ടോ നാനോ വൈറ്റ് കൂടുതലായും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഒരു ഒറ്റ കിച്ചണാണ് കേട്ടോ ഉള്ളത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്താണ് കേട്ടോ ഈ ഒരു നാനോ വൈറ്റൊക്കെ നമ്മൾ ഇട്ടത്. പക്ഷേ ഇത് അബദ്ധമായി പോയിട്ടുണ്ട്, കാരണം ഇത്രയും നമ്മൾ റഫ് യൂസിനൊന്നും നാനോ വൈറ്റ് ഒരിക്കലും നമ്മൾ ഇടാത്തതാണ് കേട്ടോ നല്ലത്. ഈ ഒരു നാനോ വൈറ്റിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ നമ്മളെ ഇരുമ്പ് പാത്രങ്ങൾ അങ്ങനത്തെ ഒന്നും വെക്കാൻ പറ്റൂല കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഈ പത്തിരിൻ്റെ പ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ടൈമിലാണെങ്കിലും ഓക്കെ, കുറേ ടൈമിലൊന്നും നമ്മൾ ഇതിലൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ടേബിൾ ടോപ്പൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതാ ചിക്കൻ ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ രാത്രി ഫ്രൈ ചെയ്യാമല്ലോ. പിന്നെ അതാ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉപ്പേരിയും കൂടി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി, കടുക് അത്ര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട് ചിലപ്പോൾ, ഇന്ന് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൂടി സെറ്റാക്കി തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് സിറ്റ് ഔട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇടയ്ക്ക് സിറ്റ് ഔട്ടിലൊക്കെ വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. പിന്നെ അയ്മണും അതുപോലെ തന്നെയാണ് കേട്ടോ. അവന് പിന്നെ അധികവും സിറ്റ് ഔട്ടിൽ തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.